നമ്മുടെ കേന്ദ്രമന്ത്രിമാർക്ക് ക്യാബിനറ്റ് റാങ്ക് ഉള്ളവരടക്കമുള്ള കേന്ദ്രമന്ത്രിമാർക്ക് 4-5 പേഴ്സണൽ സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. അവരൊക്കെ തന്നെ വിവിധ സർക്കാർ വകുപ്പിൽ നിന്നും ഡെപ്യൂട്ടേഷന് വരുന്നവരാണ്. എന്നാൽ കേരളത്തിൽ അങ്ങനല്ല. ഒരു മന്ത്രിക്ക് 30 പേഴ്സണൽ സ്റ്റാഫ് ഉണ്ട്. ഈ പേഴ്സണൽ സ്റ്റാഫ് മുഴുവൻ പാർട്ടിക്കാരായി. അവർക്ക് സർക്കാർ ശമ്പളം കൊടുക്കും, സർക്കാർ ആനുകൂല്യം കൊടുക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഔദ്യോഗികമായി 32 പേരേ ഉള്ളൂ. എന്നാൽ മറ്റു പല പ്രോജക്റ്റുകളുടെയും പേരിൽ പലരെയും നിയോഗിച്ചിട്ട് മുഖ്യമന്ത്രി ഓഫീസിൽ ഇരുത്തുക. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ തന്നെ അനേകം പേരുണ്ട്. മുഖ്യമന്ത്രിയുടെ മീഡിയ ഓഫീസർമാരായി തന്നെ 5-6 മുതിർന്ന മാധ്യമ പ്രവർത്തകരുണ്ട്. അവർക്കൊക്കെ വിവിധ തരം തസ്തികകളാണ് എന്ന് മാത്രം. അങ്ങനെ ഖജനാവിലെ പണം ഏതെല്ലാം തരത്തിൽ ദൂർത്തടിക്കാമോ അങ്ങനെയെല്ലാം അവർ ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസ യോഗ്യതയില്ല, പ്രായപരിധിയില്ല, പരീക്ഷ എഴുതേണ്ടതില്ല, മന്ത്രിയുടെ ഓഫീസിലെ ഒരു ജീവനക്കാരനാവാൻ. ഈ അന്യായം പൂർത്തിയാകുന്നത് ഇവർക്ക് പെൻഷൻ കൊടുക്കുമ്പോഴാണ്. ഇവർ 2 വർഷവും 1 ദിവസവും സേവനമനുഷ്ഠിച്ചാൽ ജീവിതകാലം മുഴുവൻ ഇവർക്ക് പ്രതിമാസം 3350 രൂപ പെൻഷൻ കിട്ടും. 2 വർഷവും 1 ദിവസവും സേവനമനുഷ്ഠിച്ചാൽ. നിയമം 3 വർഷമെന്നാണ്. 3 വർഷം കണക്കാക്കുന്നത് 2 വർഷത്തിൽ കൂടുതൽ എത്ര ദിവസമുണ്ടെങ്കിലും 3350 രൂപ മിനിമം സർവീസ് ഉള്ളവർക്ക്. സർവീസ് കൂടുതലുള്ളവർക്ക് അതനുസരിച്ച് പെൻഷൻ കൂടി വരും. ഉദാഹരണത്തിന് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രന് ഒരു IAS കാരൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പെൻഷൻ കിട്ടാം. കാരണം അദ്ദേഹത്തിന് ഏതാണ് 35 വർഷത്തെ തുടർച്ചയായ സേവനമുണ്ട് പേഴ്സണൽ സ്റ്റാഫ് എന്ന നിലയിൽ. മന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും പേഴ്സണൽ സ്റ്റാഫ് ആയിരുന്നു CM രവീന്ദ്രൻ. രവീന്ദ്രന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ആരും അന്വേഷിക്കരുത്. വിവരാവകാശം കൊടുത്താലും അറിയാൻ പോകുന്നില്ല. ഇത് മാത്രമല്ല, ശമ്പള വർധനം ഉണ്ടാകുമ്പോഴൊക്കെ ഇവരുടെ പെൻഷൻ കൂടിക്കൊണ്ടിരിക്കും. ഈ 3350 രൂപ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മിനിമം പെൻഷനാണ്. ഈ പെൻഷൻ 2 കൊല്ലം സേവനമുള്ളവർക്കാണ്. സേവനം കൂടുന്നതനുസരിച്ച് പെൻഷൻ കൂടും. കാലാകാലങ്ങളിൽ ശമ്പള വർധന ഉണ്ടാവുമ്പോഴും കൂടും. മരിച്ചാൽ അവരുടെ ആശ്രിതർക്കും ഈ പെൻഷൻ കിട്ടും. ഈ നാട്ടിൽ മാത്രമുള്ള ഒരു തട്ടിപ്പാണിത്. എന്നാൽ ആ തട്ടിപ്പിന്റെ വ്യാപ്തി എത്ര ഭയാനകമാണ് എന്ന് ഇന്നലെ മനോരമ ന്യൂസ് ഒരു വിവരാവകാശ രേഖയിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. മനോരമ കൊടുത്ത വിവരാവകാശ അപേക്ഷയിൽ 2023 51 പേർക്ക് പെൻഷൻ ഏർപ്പെടുത്തി. അതെങ്ങനെയാണ്? പിണറായി സർക്കാർ തന്നെയാണ് കഴിഞ്ഞ 9 കൊല്ലം ഭരിക്കുന്നത്. 2021 എങ്ങനെയാണ് 51 പേർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയത്? അതെങ്ങനെയാണെന്ന് അറിയാമോ? 2 വർഷവും 1 ദിവസവും പൂർത്തിയാകുമ്പോൾ ഈ പേഴ്സണൽ സ്റ്റാഫിനെ അങ്ങ് മാറ്റും, മറ്റൊരാളെ വെക്കും. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ 2 വർഷം പൂർത്തിയാക്കിയവർക്ക് പെൻഷൻ കിട്ടി തുടങ്ങും. പുതിയ ആളുകൾക്ക് അടുത്ത 2 വർഷം കഴിയുമ്പോൾ പെൻഷൻ കിട്ടും. അങ്ങനെ 100 കണക്കിന് ആളുകൾക്ക് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. 2023 മുമ്പ് ഇങ്ങനെ റിട്ടയർമെന്റ് വാങ്ങിപ്പോയവരുടെ ലിസ്റ്റ് ലഭ്യമല്ല എന്നാണ് മനോരമയ്ക്ക് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്. എന്ന് വെച്ചാൽ 2016 പിണറായി സർക്കാർ 2018 മുതൽ ഇങ്ങനെ നിർബന്ധിത റിട്ടയർമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്കൊക്കെ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. 2018 മുതൽ 23 വരെയുള്ള കണക്കുകൾ ലഭ്യമല്ല. ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന ആളുകൾ ഇനിയും റിട്ടയർ ചെയ്യാനുണ്ട്. അതായത് ഒരേ തസ്തികയിൽ പല പേരെ പലപ്പോഴായി നിയമിക്കുന്നു. 2 കൊല്ലം പൂർത്തിയാകുമ്പോൾ അടുത്തയാള് പേഴ്സണൽ സ്റ്റാഫാണ്. അപ്പൊ അടുത്തയാൾ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ 51 പേരെ മാറ്റി പാർപ്പിച്ചു. 125 പേരാണ് ഈ കാലയളവിൽ റിട്ടയർ ആയിരിക്കുന്നത്. എന്ത് ഉത്തരവാദിത്തമാണ് ഈ സർക്കാരിനുള്ളത്? ജനങ്ങളുടെ പണമാണ്, നികുതി പണമാണ്. അത് പിഴിഞ്ഞെടുത്ത് സഖാക്കൾക്ക് വീതം വെച്ച് കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് കിനാലൂർ. അത്രയുമേ ഇതേക്കുറിച്ച് പറയാനുള്ളൂ.